ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. 12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാദാരവിന്ദത്തിൽ ചന്ദ്രൻ. 12 നക്ഷത്രമുടിയുള്ളോരമ്മേ, പാദാരവിന്ദത്തിൽ ചന്ദ്രൻ. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. കരങ്ങൾ നീട്ടി ഇരുകൈകൾ നീട്ടി ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. കണ്ണുകളടച്ച് 2 കരങ്ങൾ നീട്ടിപ്പിടിച്ച് ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ, ഓ പരിശുദ്ധ അമ്മേ, അമ്മയുടെ നീട്ടപ്പെട്ട കരങ്ങളിലേക്ക് ഞങ്ങളുടെ ഈ കരങ്ങൾ ചേർത്ത് പിടിക്കുന്നു. സ്വർഗത്തിലേക്ക് ഉയർത്തുന്നൊരു പ്രാർത്ഥനയായിട്ട് ഞങ്ങൾ ഉയർത്തണമേ. നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളിൽ നിറയട്ടെ. അത്ഭുതകരമായൊരു ദൈവശക്തി ഞങ്ങൾ നിറയട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിസുന്ദരമായ ഒരു ദൈവവചനം നമുക്ക് സമ്മാനിക്കപ്പെടുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 26. ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നവർ ബൈബിൾ തുറന്ന് നോട്ട് ബുക്ക് തുറന്ന് ഈ വചനം എഴുതിയെടുത്ത് പഠിക്കണം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഒന്നും കൂടെ വായിക്കാം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിഞ്ഞുകൂടാ, പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്? നമുക്ക് ചില ബലഹീനതകൾ ഉണ്ട്. ശരിയാണോ? അതേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ചില ബലഹീനതകൾ, വി ആർ വീക്ക്. ബലഹീനതകൾ പല മേഖലകളിൽ നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മൾ ആരും തികഞ്ഞവരല്ല. വി ആർ നോട്ട് പെർഫെക്റ്റ്. നമുക്കെല്ലാവർക്കും കുറവുകൾ ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പൊതുവെ നമ്മൾ കാണുന്ന കുറവ് നമ്മുടെ വീട്ടിലുള്ളവരുടെ കൂടെയുള്ള മറ്റുള്ളവരുടെ കുറവുകളാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ദേ നിനക്ക് ചില കുറവുകളുണ്ട്, നീ അത് അംഗീകരിക്കണം, നീ അത് മനസ്സിലാക്കണം, ആ വിഷയത്തെ നീ അംഗീകരിക്കണം.
നമുക്ക് ചില കുറവുകൾ ഉണ്ട്, ബലഹീനതകൾ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. വലതും ഇടതും ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തിയോടൊന്ന് പറഞ്ഞേ, നിനക്ക് ചില ബലഹീനതകളുണ്ട്. ചില ബലഹീനതകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയാണ്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. ആര് സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും സഹായിക്കുമോ? ഇല്ല. നമ്മുടെ ബലഹീനതയിൽ അവരും കൂടെ വന്ന് ആ പ്രശ്നം കുളമാക്കും. എന്നാൽ നിന്റെ ബലഹീനതയിൽ രക്ഷിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ആത്മാവ് നിന്നെ സഹായിക്കും. എന്തിന് സഹായിക്കും? വചനം പഠിപ്പിക്കുന്നു, വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയത്തില്ല, വിഷമിക്കേണ്ട. ആര് നമ്മളെ പഠിപ്പിക്കും? പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധ്യാന മന്ദിരത്തില് അവിടുന്നുള്ള പ്രാർത്ഥനയുടെ ശക്തി ഈ കൂട്ടായ്മയുടെ മേലും വെളിപ്പെടുന്ന സമയങ്ങളാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ഈ ബലഹീനതയിൽ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ വിഷമിച്ചിരിക്കേണ്ട. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ആര് സഹായിക്കും? പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനോടൊരു ബന്ധമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ വിഷയങ്ങളിലൊക്കെ ഉത്തരം നൽകും. നമ്മുടെ ഒരു മാനുഷിക പ്രകൃതി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഏതെങ്കിലും ബലഹീനത, ദൈവമേ എന്നാ ചെയ്യും, ഈ ബലഹീനത എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, അല്ലേ? കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നൊരു ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ വായിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കുത്തുവാക്കുകളും ചീത്ത വാക്കുകളും വീഴുന്നു. അച്ഛാ, എൻ്റെ ഭർത്താവിനോടും എൻ്റെ വീട്ടുകാരോടും കുത്തുവാക്കുകളും ചീത്തവാക്കും പറയരുതെന്നാണ് എൻ്റെ ആഗ്രഹം. കുമ്പസാരിക്കും, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലും, എൻ്റെ അച്ഛാ ഞാൻ മറന്നുപോകും, എൻ്റെ തീരുമാനം ഞാൻ മറന്നുപോകും. എൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം. ആ ചേച്ചി പറഞ്ഞത് ഇങ്ങനെയാ, എൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം, ഞാൻ തന്നെയാണോ ഇതൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛാ ഒരു നിയന്ത്രണവും ഇല്ല. കുമ്പസാരിച്ചു, പക്ഷേ എൻ്റെ നാവിനൊരു നിയന്ത്രണമില്ല. ഇതെനിക്കൊരു ബലഹീനതയാണ് അച്ഛാ. എൻ്റെ വായിൽ നിന്ന് ചില വാക്കുകൾ വീഴും, അത് മറ്റുള്ളവരെ വേദനിപ്പിക്കും, അവർ മാറി ഇരുന്ന് കരയും, എനിക്കും സങ്കടമുണ്ട്. പക്ഷെ എന്നാ ചെയ്യാനാ, എനിക്കിങ്ങനൊരു കുഴപ്പമുണ്ട്. അതൊരു ബലഹീനതയാണ്. മറ്റൊരു വ്യക്തി പറഞ്ഞത്, അച്ഛാ എന്ത് കാര്യത്തെക്കുറിച്ചും എനിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഏത് കാര്യത്തെക്കുറിച്ചും ആദ്യം വരുന്നത് നെഗറ്റീവാണ്. ചില ആളുകളെ കണ്ടിട്ടില്ലേ, എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നെഗറ്റീവേ തലയ്ക്കകത്ത് വരുള്ളൂ. എത്ര പോസിറ്റീവായ കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും തലയ്ക്കകത്ത് വരത്തില്ല, ആദ്യം തന്നെ നെഗറ്റീവേ വരുള്ളൂ. ഈ നെഗറ്റീവ് തലയ്ക്കകത്ത് വന്നാൽ പിന്നെ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും കുളമായി പോകും. അപ്പൊ അതൊരു ബലഹീനതയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം വന്ന് കരയാൻ തുടങ്ങി. എന്നിട്ട് അവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് എൻ്റെ ജീവിതം മെച്ചപ്പെടുത്തണം. ഞാൻ പറഞ്ഞു, എടാ നിന്റെ തീരുമാനം വളരെ നല്ലതാ, ആഗ്രഹമുണ്ടല്ലോ, നടക്കും. അച്ഛാ എൻ്റെ പ്രശ്നം അച്ഛനൊന്ന് കേൾക്കൂ. അച്ഛാ ഞാൻ മൊബൈൽ ഫോണിന് അഡിക്റ്റാണ്. അച്ഛാ രാത്രികാലങ്ങളിൽ ഞാൻ ഈ മൊബൈലും കുത്തിക്കൊണ്ട് മണിക്കൂറുകളോളം ഈ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുക. അച്ഛാ എനിക്കറിയാം ഇത് ശരിയല്ല, പക്ഷേ ഞാൻ പിറ്റേ ദിവസവും രാത്രി മുഴുവൻ ഇതും കുത്തിക്കൊണ്ടിരിക്കും. ഞാൻ കിടക്കുന്നത് 2:30-3 മണിക്കാണ്, എന്നിട്ട് ഞാൻ വൈകിയാണ് എഴുന്നേൽക്കുന്നത്. അച്ഛാ ഞാനിത് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് അറിയുന്നില്ല. ഞാൻ എന്നിട്ട് കിടക്കാൻ പോകുമ്പോൾ തീരുമാനിക്കും, ഇനി ഈ പരിപാടിയില്ല, മൊബൈൽ ഫോൺ ഇതിങ്ങനെ ഉപയോഗിക്കുകയില്ല. പക്ഷെ പിറ്റേ ദിവസം എൻ്റെ അച്ഛാ ഞാൻ പിന്നെയും അവിടെ ഇരുന്നുകൊണ്ട് ഇത് കുത്തിക്കൊണ്ടിരിക്കും. ഇൻസ്റ്റാഗ്രാം റീൽസ്, യൂട്യൂബ് വീഡിയോ, ഫേസ്ബുക്ക്, ഈ ബുക്ക് ഇതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കും. അച്ഛാ
മിക്കവാറും എൻ്റെ കാഴ്ച ചെന്ന് അവസാനിക്കുന്നത് അശ്ലീല ചിത്രങ്ങളിലാണ്. അച്ഛ, ഇതെൻ്റെ ഒരു ബലഹീനതയാണ്. അച്ഛ, എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട്. ഞാൻ ആ സഹോദരനോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ കൂട്ടായ്മയിലുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീനതയെ നമുക്ക് അതിജീവിക്കണമെങ്കിൽ ആരുടെ സഹായം വേണം? പറയൂ. പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചോണം, വട്ടം പിടിച്ചോണം പരിശുദ്ധാത്മാവിനെ. നമ്മുടെ കഴിവ് കൊണ്ട് പറ്റുമോ? ഇല്ല. നമ്മുടെ കഴിവ് കൊണ്ട് ഈ ബലഹീനതയെ ഓവർകം ചെയ്യാമെന്ന് കരുതണ്ട. കാരണം നമ്മൾ മനുഷ്യരാണ്, മണ്ണിൻ്റെ സ്വഭാവമുള്ളവരാണ്. നമ്മൾ വീണ്ടും വീണ്ടും കുഴിയിലേക്ക് പോവുകയുള്ളൂ. ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നിന്റെ ബുദ്ധിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നീ വീണ്ടും വീണ്ടും കുഴിയിലേക്ക് പോവുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ വട്ടം പിടിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉദാഹരണത്തിന്, നീ ഒരു കിണറ്റിൽ, പൊട്ടക്കിണറ്റിൽ കിടക്കുവാണെന്ന് വിചാരിക്കുക. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന വ്യക്തിയെ ഇനി ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് രക്ഷിക്കണം. ആ കിണറ്റിൽ കിടക്കുന്ന വ്യക്തിക്ക് സ്വയം വിചാരിച്ചാൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എത്രത്തോളം മുകളിലോട്ട് വരണമെന്ന് വിചാരിക്കും തോറും ചെളിയിലേക്ക് താന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ മനുഷ്യ പ്രകൃതിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ഈ മനുഷ്യ സ്വഭാവം മാറി ദൈവിക സ്വഭാവം വന്ന് നിറയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യം പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ധ്യാന അവസരത്തില് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ വലിയ സങ്കടം അച്ഛനൊന്ന് കേൾക്കണം. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും അച്ഛാ, ഞങ്ങള് 7 വർഷം പ്രണയിച്ചതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. അച്ഛാ, ഞങ്ങൾ 7 വർഷം പ്രണയിച്ചു. അച്ഛാ, എൻ്റെ ജീവിത പങ്കാളി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അത്രയും വലിയ സ്നേഹമായിരുന്നു. വീട്ടുകാരുടെ ഒത്തിരി എതിർപ്പുണ്ടായിരുന്നു. അതിനെയൊക്കെ ഞങ്ങൾ തട്ടിമറിച്ചിട്ടിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചത്. ഇപ്പം എൻ്റെ സങ്കടം അച്ഛന് മനസ്സിലാവുമോ എന്നറിഞ്ഞുകൂടെ? പറയട്ടെ അച്ഛാ, എനിക്ക് എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ ഭർത്താവ് അടുത്ത് വന്നിരിക്കുമ്പോൾ എനിക്ക് സ്നേഹമില്ല. എനിക്ക് എന്തെങ്കിലും വെച്ച് വിളമ്പി കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്നറിഞ്ഞുകൂടെ അച്ഛാ, ഞാൻ ഇറിറ്റേറ്റഡ് ആണ്. എനിക്ക് സ്നേഹിക്കാൻ തോന്നുന്നില്ല. എപ്പോഴും എൻ്റെ തലയ്ക്കകത്ത് നെഗറ്റീവ് വരുന്നു. എനിക്ക് സ്നേഹിക്കാൻ തോന്നുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങോട്ട് നോക്കിക്കേ. നമുക്കൊരാളെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്തു പറ്റും? നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും, ഈ ആളെ കൊണ്ട് എനിക്ക് എന്ത് ഗുണം, ഇയാൾ പറഞ്ഞ വാക്കുകൾ, കഴിഞ്ഞ കാല സംഭവങ്ങൾ, ഇത് ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സ്നേഹിക്കാൻ പറ്റുമോ? എങ്ങനെ പറ്റും? പറ്റത്തില്ലെന്ന്. അമ്മായിയമ്മയും മരുമോളും കുറച്ച് നാളുകൾക്ക് മുമ്പ് വലിയ അടിയും പിടിയും ബഹളവും. ഈ അമ്മായിയമ്മയും മരുമോളോട് രണ്ടുപേരെ ഇരുത്തി സംസാരിച്ചപ്പോഴത്തേക്ക് രണ്ടുപേരും പറഞ്ഞ കാര്യം, അച്ഛാ, ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ രണ്ടും 2 വ്യക്തികളാ. നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പോകത്തില്ല, ശരി. പക്ഷേ പരിശുദ്ധാത്മാവ് ഇടപെട്ടാൽ കാര്യങ്ങൾ മാറും. നിങ്ങൾ രണ്ടുപേരും പരിശുദ്ധാത്മാവിനോട് ചോദിക്ക്, പരിശുദ്ധാത്മാവിനെ വിളിക്ക്, പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് സ്നേഹം വേണം. ചോദിക്കണം. ചോദിക്കുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് നൽകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീനതയിൽ ആര് നമ്മളെ സഹായിക്കുന്നു? പരിശുദ്ധാത്മാവ്. പറഞ്ഞേ, ആര് സഹായിക്കും? നിന്റെ ഇന്നത്തെ പ്രശ്നത്തിന് ആര് പരിഹാരം? പറയൂ. പരിശുദ്ധാത്മാവ്. ഇവിടെ ഇരുന്നോണ്ട് ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുമോ? ഇല്ലെന്ന്. ഇപ്പോൾ ഒരു കുടുംബം വലിയ സാമ്പത്തിക പ്രതിസന്ധി, അവരിവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, എന്നാ ചെയ്യും. ഉത്തരവുണ്ടോ? ഉത്തരയില്ല. എന്നാൽ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് ചോദിക്കുന്നതനുസരിച്ച് ആ വിഷയത്തിൽ ആ കുടുംബം അറിയാത്ത മറ്റൊരു വഴി തുറന്നു കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. വിദേശത്ത് പോകാൻ വേണ്ടി പല പരീക്ഷ എഴുതിയിട്ടും പാസ്സാവുന്നില്ല, രക്ഷപ്പെടുന്നില്ല. എന്നാ ചെയ്യും? പെട്ടുകിടക്കുന്നു. നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏജൻസിക്ക് തോറും കയറി ഇറങ്ങിക്കൊണ്ട് രാവിലെ തൊട്ട് നിന്റെ ജീവിതം അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ അങ്ങനെ ഇരിക്കുള്ളൂ. എന്നാൽ എന്തു ചെയ്യണം? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നും പറഞ്ഞുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ കാണാത്തൊരു വഴി അവിടെ തുറന്നു കിട്ടും.
നമ്മുടെ തലയ്ക്കകത്ത് ഇന്നുവരെ തോന്നാത്തൊരു വഴി അവിടെ തുറന്നു കിട്ടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് ഭാരമുണ്ടാവും അല്ലേ? മക്കളെക്കുറിച്ച്, അവരുടെ സ്വഭാവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ കഴിവില്ല. അപ്പോൾ എന്തു ചെയ്യും? നീ പണ്ടേ ഇങ്ങനെയാണ്, നീ കഴിവില്ലാത്തവനാണ്, നീ ഗുണമില്ലാത്തവനാണ്, ഉത്തരവാദിത്തമില്ലാത്തവനാണ് അല്ലേ, നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം എന്തു ചെയ്യണം? എൻ്റെ മകനിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ, എൻ്റെ മകളിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മകനിലും മകളിലും നിറയും. ഇത് കേൾക്കുന്ന മക്കളെ എന്തു ചെയ്യണം? അയ്യോ എനിക്ക് കഴിവില്ല, കണക്ക് പഠിക്കാൻ അറിഞ്ഞുകൂടാ, ബയോളജി പഠിക്കാൻ അറിഞ്ഞുകൂടാ, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ അറിഞ്ഞുകൂടാ, ജർമ്മൻ പഠിച്ചിട്ട് കിട്ടുന്നില്ല, ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആകുലപ്പെട്ടുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. എന്തു ചെയ്യണം? നമ്മുടെ ബലഹീനതയിൽ ആര് സഹായിക്കും? പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്തി വചനം നമുക്ക് ഏറ്റുപറയാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനം. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു, മധ്യസ്ഥം വഹിക്കുന്നു. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തിയാൽ എന്നിൽ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. നമ്മളിപ്പോ പഠിച്ച വചനം നമ്മിൽ സംഭവിക്കാൻ 2 കരങ്ങൾ ശിരസിലൊന്ന് കമഴ്ത്തി വെച്ചേ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വചനം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. കണ്ണുകളടച്ച് 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ചോ. നമ്മുടെ ബലഹീനതകൾ അതെന്താണോ അതിപ്പോൾ ഓർത്ത് സമർപ്പിച്ചേ. ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഇപ്പം തെളിഞ്ഞു വരുന്നുണ്ടല്ലോ. ചില ദുശീലങ്ങൾ, ആവർത്തിച്ച് കുമ്പസാരത്തിൽ നമ്മൾ പറയുന്ന ചില പാപശീലങ്ങൾ, ഇനി വേണ്ട എന്ന് വെച്ചിട്ടും വീണ്ടും ആവർത്തിക്കുന്ന ചില കാര്യങ്ങൾ, ചില കൂട്ടുകെട്ടുകൾ, ചില വ്യക്തികളോടുള്ള അമിതമായ അടുപ്പം, ചില പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ജഡികമായ ചില പാപവാസനകൾ വീണ്ടും നാശത്തിലേക്ക് നയിക്കുന്നത്, തെറ്റായ ചിന്തകൾ, ഒരുപക്ഷെ ചില വെറുപ്പിൻ്റെ മേഖലകൾ തലയ്ക്കകത്ത് കിടപ്പുണ്ടാവും. സമർപ്പിച്ചോ. നിനക്കൊരിക്കലും അംഗീകരിക്കാനും ക്ഷമിക്കാനും പറ്റുന്നില്ലായിരിക്കാം, എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും, പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ, വരദാന സമൃദ്ധിയാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാവരും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്നെ ഏറ്റെടുക്കും, നിന്റെ ചിന്തകളെയും വിചാരങ്ങളെയും ഏറ്റെടുക്കും. നിന്റെ ഏത് ബലഹീനതയാണോ, നിന്റെ ഏത് കാര്യത്തിലാണോ നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണ്ടത്, അത് ചോദിച്ച് മേടിക്കണം. പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങൾ പ്രാർത്ഥിക്കുന്നു, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, വരദാന സമൃദ്ധിയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. തുടർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോകുന്ന ഗീതമാണ് അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, വരദാന സമൃദ്ധിയാൽ അഭിഷേകം ചെയ്യണമേ. ഈ ഗാനത്തിന്റെ വരികൾ പാടുമ്പോൾ 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് എല്ലാവരും ഈ ഗാനത്തിന്റെ വരികളോട് ചേർന്ന് പ്രാർത്ഥിച്ചോ. കണ്ണുകളടച്ചോ, ഹന്നാമളം തളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അഭിഷേകം ചെയ്യണേ, 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 അഭിഷേകം ചെയ്യണേ. അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ, അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ, അനന്തകോടി നന്മയെ അഭിഷേകം ചെയ്യണേ,
അനന്ത കോടി നന്മയെ അഭിഷേകം ചെയ്യണേ അഭിഷേകം ചെയ്യണേ അഭിഷേകം ചെയ്യണേ അഭിഷേകം ചെയ്യണേ അഭിഷേകം ചെയ്യണേ വരദാന സമൃദ്ധിയാൽ അഭിഷേകം ചെയ്യണേ വരദാന സമൃദ്ധിയാൽ അഭിഷേകം ചെയ്യണേ വരദാന സമൃദ്ധിയാൽ അഭിഷേകം കൈയടിച്ച് പാടിക്കേ. വരദാന കൈകളടിച്ച്. സമൃദ്ധിയാൽ അഭിഷേകം നന്നായിട്ട് കൈയടിച്ചേ. രോഗശാന്തി വരങ്ങളാൽ അഭിഷേകം ചെയ്യണേ രോഗശാന്തി വരങ്ങളാൽ അഭിഷേകം ചെയ്യണേ രോഗശാന്തി വരങ്ങളാൽ അഭിഷേകം ചെയ്യണേ രോഗശാന്തി വരങ്ങളാൽ അഭിഷേകം കൈകൾ ഉയർത്തി കൈയടിച്ച്. പരിശുദ്ധാത്മ നിറവിനാൽ അഭിഷേകം ചെയ്യണേ പരിശുദ്ധാത്മ നിറവിനാൽ അഭിഷേകം ചെയ്യണേ പരിശുദ്ധാത്മ നിറവിനാൽ അഭിഷേകം ചെയ്യണേ പരിശുദ്ധാത്മ നിറവിനാൽ അഭിഷേകം ചെയ്യണേ പരമനന്മരൂപനെ അഭിഷേകം ചെയ്യണേ പരമനന്മരൂപനെ അഭിഷേകം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ സഹായിക്കുന്ന ആത്മാവേ, അവാച്യമായ നെടുവീർപ്പുകളാൽ ഞങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ മേൽ അഭിഷേകം നിറയട്ടെ. എല്ലാ കുറവുകളും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറയപ്പെടട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം വിശുദ്ധീകരിക്കുക.